ദൈവനാമോത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല ദിവസമായി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാത ജാഗരണത്തിൻ്റെ ഭാഗം ഓരോ ആത്മീയ വരവും പ്രധാനമാണ്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ, എന്നാൽ കൃപാവരങ്ങൾ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. ദൈവം നമ്മെ എല്ലാവരെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ആ വ്യത്യസ്തമായിരിക്കുന്നതായ പ്രവർത്തനങ്ങൾ അതിൻ്റെതായ ആത്മീയ നിറവോടുകൂടെയും ചൈതന്യത്തോടുകൂടെയും ചെയ്യുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഈ തിരുവെഴുത്തിനെ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുമ്പോൾ ദൈവം എല്ലാവർക്കും ഓരോ പ്രവർത്തികളാണ് നൽകിയിരിക്കുന്നതെന്നും ആ വൈവിധ്യത്തിൽ ഏകത്വം ഉണ്ടായിരിക്കുന്നു എന്ന തിരിച്ചറിവോടെ ആ ഏകത്വം ഉണ്ടാകുമ്പോൾ മാത്രമേ പ്രവൃത്തിയുടേതായ പൂർണ്ണത വെളിപ്പെടുകയുള്ളൂ എന്ന തിരിച്ചറിവോടുകൂടെ പ്രവർത്തിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പെടുത്തുന്നത്. മാത്രമല്ല, നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് ആത്മീയ നിറവിൽ പ്രാർത്ഥനയോടുകൂടെ ശക്തിയോടുകൂടെ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയല്ല, ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ ആത്മീയ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ പ്രവർത്തന മണ്ഡലങ്ങളിലുള്ളതായ ഉരസലുകൾ അല്ലെങ്കിൽ സംഘർഷാവസ്ഥകൾ മാറ്റപ്പെടാൻ കഴിയും. ഈ നാളുകളിൽ നാം സാത്താന പറയാതെ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ദൈവം ഓരോരുത്തർക്കും ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. പല അവയവങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു അവയവവും ശരീരത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നില്ല എന്നുകൂടെ ദൈവത്തിനായി നമ്മൾ ഓർപ്പെടുന്നു. 1 കൊരിന്ത്യർ 12-ാം അധ്യായം 14 മുതൽ 19 ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്: ശരീരം ഒരു അവയവം അല്ല, പലതത്രേ. ഞാൻ കൈ അല്ലായ കൊണ്ട് ശരീരത്തിൽ ഉള്ളതല്ല എന്ന് കാൽ പറയുന്നെങ്കിൽ അതിനാൽ അത് ശരീരത്തിൽ ഉള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണ് അല്ലായ കൊണ്ട് ശരീരത്തിൽ ഉള്ളതല്ല എന്ന് ചെവി പറയുന്നെങ്കിൽ അതിനാൽ അത് ശരീരത്തിൽ ഉള്ളതല്ല എന്ന് വരികയില്ല. ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? ശരീരം മുഴുവനും ശ്രവണമായാൽ ഘ്രാണം എവിടെ? ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. സകലവും ഒരു അവയവം ആയാൽ ശരീരം എവിടെ? വളരെ വ്യക്തമായി ദൈവത്തിന് വചനം ഓർപ്പെടുന്നത്. ശരീരത്തിൻ്റെ പല അവയവങ്ങളും ഒരുമിച്ച് ശരീരത്തിൽ അത് ഘടിപ്പിച്ച് വ്യത്യസ്തങ്ങളായിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ മനുഷ്യൻ്റെതായ ജീവിതം, ശരീരം അതിൻ്റെതായ നല്ല പ്രവർത്തനങ്ങളിലൂടെ മുൻപോട്ട് പോകുന്നു. ആയതുപോലെ സുവിശേഷ ബയൽപ്രദേശ വേലകളിൽ ദൈവം വ്യത്യസ്തങ്ങളായിരിക്കുന്ന താലന്തുകളാൽ അല്ലെങ്കിൽ കഴിവുകളാണ് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിരിക്കുന്ന ജോലികൾ ചെയ്യുവാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നു എന്ന വസ്തുത നീ മറന്നു പോകരുത്. ആയതുപോലെ 1 കൊരിന്ത്യർ 12-ാം അധ്യായം 27-28 വാക്യം ഇങ്ങനെ പറയപ്പെടുന്നു: നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെ അവയവങ്ങളും ആകുന്നു. ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ എന്നിങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തിയുടെ വരം, സഹായം ചെയ്യുവാനുള്ളതായ വരം, പരിശീലനം നൽകുവാനുള്ളതായ വരം, വിവിധ ഭാഷാവരങ്ങൾ എന്നിങ്ങനെ എല്ലാം എന്ത് ചെയ്യുന്നു? ദൈവം ഓരോരോ വ്യക്തികളിൽ എന്ത് ചെയ്യുന്നു? നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവം വിവിധ അംഗങ്ങളിലൂടെ സഭയെ പരിപോഷിപ്പിക്കുവാനും ഏകീകരിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം മാനിക്കുന്നു നിങ്ങളിലൂടെ. അത് മറന്നു പോകരുത്. നമ്മുടെ വരങ്ങളെ തമ്മിൽ ഉറപ്പിച്ച് ദൈവഹിതത്തിനും ചെയ്യുവാൻ തയ്യാറാകുക. ദൈവത്തിന് വചനം പറയപ്പെടുന്നത്: ഞാൻ കാണുന്നത് പോലെ കാണാത്ത ഒരുവനുമായി എനിക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതില്ല എന്ന് ഏതെങ്കിലും വ്യക്തി പറയുന്നുവെങ്കിൽ നമുക്ക് അവരോട് ആഭിമുഖ്യമില്ല. ദൈവം നമ്മോട് പറയുന്നത്, ദൈവം നമ്മളിലൂടെ കാണുവാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ നാം ചെയ്യുക. അതിനായി നമുക്ക് ഒരുമിച്ച് നമ്മൾ നിക്ഷിപ്തമായിരിക്കുന്ന താലന്തുകൾ, കഴിവുകൾ, സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് കരങ്ങൾ ഓർക്കാം. ദൈവം നമ്മെല്ലാവരെയും അതിനായി അനുഗ്രഹിക്കുകയും നമ്മെ ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹമായ നല്ല ദിവസനായി നിന്നോട് സ്തോത്രം, നൽകിയ വചനത്തിനായ സ്തോത്രം കർത്താവേ. പലപ്പോഴും തങ്ങളിലുള്ളതായ കഴിവുകൾ അല്ലെങ്കിൽ താലന്തുകൾ ചെറുതാകുന്നു, ചിലത് വലുതാകുന്നു എന്നുള്ളതായ ചിന്താവൈകല്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട്.
ദൈവത്തിന് ഞങ്ങൾ ഓർപ്പെടുന്നത്, ശരീരം വ്യത്യസ്തങ്ങളായിരിക്കുന്ന അവയവങ്ങൾ കൊണ്ട് ദൈവം മനോഹരമാക്കിയിരിക്കുന്ന പോലെ സുവിശേഷ വയൽ പ്രദേശ വേലകളിൽ ദൈവം ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തങ്ങളായ താലന്തുകൾ നൽകി. അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും ഉപദേഷ്ടാക്കന്മാരായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന പോലെ അവരോരോരുത്തരുണ്ടാകുന്ന കഴിവുകളെ ഏകോപിച്ചുകൊണ്ട് സുവിശേഷ വേല ചെയ്യുവാൻ അവിടുത്തെ മക്കൾ ഓരോരുത്തരെയും അവിടുത്തെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുമാറാകണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം, പിതാവേ. ആമേൻ.